ബി. മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക വരുത്തി എന്നതിനോടനുബന്ധിച്ച് സംസ്ഥാനത്തിൽ മരുന്ന് വിതരണത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും നേരിട്ടിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നാളിതുവരെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന 223.8 കോടി രൂപയുടെ മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങളും കോർപ്പറേഷന്റെ വിവിധ ജില്ലാതല മരുന്ന് സംഭരണശാലകളിലൂടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴ്ഘടക സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2015-16 സാമ്പത്തിക വർഷത്തിൽ ബഡ്ജറ്റിലെ പ്രഖ്യാപിത തുകയായ 300 കോടി രൂപയിൽ നാളിതുവരെ ധനകാര്യ വകുപ്പിൽ നിന്ന് കോർപ്പറേഷൻ 150 കോടി രൂപ ലഭ്യമായിട്ടുണ്ട്. ധനകാര്യ വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ള 150 കോടി രൂപയ്ക്ക് പുറമെ മറ്റു ധനസ്രോതസ്സുകളിലൂടെ കണ്ടെത്തിയ 8 കോടി രൂപയും ചേർത്ത് 158 കോടി രൂപ മരുന്ന് നൽകിയ കമ്പനികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. മരുന്ന് വാങ്ങിയ ഇനത്തിൽ 123 കോടി രൂപ കോർപ്പറേഷൻ വിവിധ കമ്പനികൾക്ക് നൽകുവാനുണ്ട്. മേൽ വിഷയം ധനകാര്യ വകുപ്പിന്റെ സജീവ പരിഗണനയിലാകിയാൽ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് കമ്പനികൾക്ക് നൽകുവാനുള്ള തുക ദീർഘായുസ്സ് നിബന്ധനകൾക്ക് അനുസൃതമായി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. സർ, ഇതിനു പുറമെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിലൂടെ 28 ഇനം മരുന്നുകൾ 19.44 കോടി രൂപയ്ക്ക് സംഭരിക്കുന്നതിനുള്ള ഉത്തരവ് നൽകുകയും 2015 ഡിസംബർ 7 വരെ 14.8 കോടി രൂപയുടെ മരുന്നുകൾ വിതരണം ചെയ്യുകയും 8/12/2015 വരെ 12 കോടി രൂപ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി വിലയായി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടികടികളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ കടിയേറ്റാൽ അതിലേക്ക് വേണ്ടുന്ന മരുന്ന് വാക്സിൻ നൽകുക, അതിലേക്ക് വേണ്ടുന്ന ചികിത്സ നൽകുക എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ പട്ടി കടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് അത് നിരവധി പ്രാവശ്യം തന്നെ മുഖ്യമന്ത്രി തലത്തിൽ തന്നെ യോഗം ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിലേക്ക് വേണ്ടുന്ന നടപടികൾ എടുക്കുന്നതിന് എല്ലാവിധമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. സാർ, കേന്ദ്ര ഗവൺമെന്റിൽ ഈ പ്രാവശ്യം മുഖ്യമന്ത്രി ഒരുപക്ഷെ സൂചിപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പോൾ നമ്മൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി പോയ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള നിവേദനം മന്ത്രിയെ കണ്ട് ഇപ്പോൾ നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്.